അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രൂരതകൾ അവസാനിപ്പിക്കുവാൻ കൃത്യമായിട്ടുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടും ഭാരതീയ ജനതാ പാർട്ടി നോർത്ത് ജില്ലാ കമ്മിറ്റി വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ മറ്റ് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിക്കാനാണ് ഈ പ്രസ് മീറ്റ്. നമുക്കറിയാം, ഒരു 15 വർഷത്തിനുള്ളിൽ 31ഓളം ആനകളാണ് ആനക്കോട്ടയിൽ ചെരിഞ്ഞിട്ടുള്ളത്. അതിൽ 24 എണ്ണം 50 വയസ്സിന് താഴെയുള്ളവരാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ ഗോകുൽ എന്നുള്ള ആന വെറും 33 വയസ്സുകാരനാണ്. നിരന്തരമായിട്ടുള്ള ആനമാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന കെട്ടി അഴിക്കൽ എന്നുള്ള ഒരു പരിപാടിയുടെ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരതയുടെ ഒരു ഇരയാണ് നമ്മുടെ ഗോകുൽ എന്നുള്ളതാണ് സാഹചര്യ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ ഗോകുലിനെതിരെ ശക്തമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനമുറ സ്വീകരിച്ചു എന്നുള്ളതും അതിനെ തുടർന്ന് ഇത് റിപ്പോർട്ട് ചെയ്തവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഹൈക്കോടതി തന്നെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അവിടെ CCTV ക്യാമറകൾ സ്ഥാപിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. എന്നിരുന്നാലും CCTV ക്യാമറകൾ അവിടെയും ഇവിടെയും ചിലത് സ്ഥാപിക്കുകയും പിന്നീട് അതെല്ലാം തന്നെ അഴിച്ചു മാറ്റുകയും ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിലപാടുകളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ തന്നെ ഗണ്ണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം, അതാണ് ഇന്ന് ഇത്തരത്തിലൊരു ഇരയെ സൃഷ്ടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇത്തരത്തിൽ തുടർന്നും സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ശക്തമായിട്ടുള്ള നടപടികൾ, ജുഡീഷ്യൽ അന്വേഷണം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നോർത്ത് ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വരുന്നത്. നിലവിൽ എന്തൊക്കെയാണ് അവിടെ വീഴ്ചകളുള്ളത് അത് കൃത്യമായിട്ട് പരിഹരിക്കപ്പെടണം. നമുക്കറിയാം, അവിടെയുള്ള പുന്നത്തൂർ കോട്ട ഏറ്റവും പ്രാചീനമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു കോട്ടയെ പോലും വളരെയധികം ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള ഒരു ശ്രദ്ധയും, അതായത് പരിപാലനം ഇത്രയും ചരിത്രപരമായി പ്രാധാന്യമുള്ള പുന്നത്തൂർ കോട്ടയുടെ ഒരു മെയിൻ്റനൻസ് പോലും കൃത്യമായിട്ട് അവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, മിണ്ടാപ്രാണികളായിട്ടുള്ള ഈ ആനകളെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചില പാപ്പാന്മാർ അവർക്കിഷ്ടമുള്ള ആനയെ കൈപ്പറ്റണം, അവരുടെ കയ്യിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ആനമാറ്റം നടക്കുന്നതിൻ്റെ ഫലമാണ് ഇത്തരത്തിൽ ആനകൾ ചെരിയുന്നത്. ഇത് മാത്രമല്ല, നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിരന്തരമായിട്ട് ഇതിനെ ചികിത്സിക്കുവാനും മറ്റും ഡോക്ടർമാർ വരേണ്ടതും അതുപോലെ തന്നെ അവർ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനെ സംബന്ധിച്ച് നൽകേണ്ടതുമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലും ഇവിടെ അലംഭാവം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്, സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സമ്പത്തുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ട പാളിച്ചകൾ എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ശബരിമല വിഷയം. നിരന്തരമായിട്ട് ഇത്തരത്തിൽ ദേവസ്വ സ്വത്തുക്കൾ നശിപ്പിക്കുക എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു സമീപനമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഗജസമ്പത്തും അത്തരത്തിൽ നശിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഈശ്വരീയമായ കാര്യങ്ങൾക്ക് നമ്മുടെ ഭക്തർ നൽകുന്ന വഴിപാടുകളെല്ലാം തന്നെ അന്യാധീനപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലാഭം ഈടാക്കിക്കൊണ്ടോ മറ്റോ പോകുന്ന ഒരു സാഹചര്യം. ഇതിൽ പുന്നത്തൂർ കോട്ടയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അത് വളരെയധികം പ്രാചീനമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു കോട്ടയാണ് അല്ലെങ്കിൽ ഒരു കെട്ടിടമാണ്. അത് തകർന്ന് നാമാവശേഷമാകണം എന്നുള്ള ചിന്തയിലാണ് ഇവിടുത്തെ ദേവസ്വം മുന്നോട്ട് പോകുന്നത്. ഇതിനെ തുടർന്ന് നിരവധി പേർ ഇതിൽ ഇടപെടുകയും ഇതിന്റെ പുനരുദ്ധാരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ ദേവസ്വം അതിനു വേണ്ടിയിട്ടൊന്നും നിലപാടുകൾ സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല. അവിടെ സന്ദർശകരിൽ നിന്ന് ഈടാക്കുന്ന പൈസയും അതുപോലെ തന്നെ ദേവസ്വത്തിലേക്ക് കാണിക്കയായിട്ട് വരുന്ന പൈസയും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അതും കൂടാതെ ഇത്തരത്തിലുള്ള അമൃത് പ്രസാദം പദ്ധതികളുടെ എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള സംവിധാനങ്ങളെ നിലനിർത്തുന്നതിനുള്ള ഗ്രാന്റുകൾ ഉപയോഗപ്പെടുത്തിയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ നിലനിർത്താനും പുനരുദ്ധാരിക്കാനും സാധിക്കുമെങ്കിലും അത്തരത്തിലുള്ള ഒരു നിലപാടും ഇവിടുത്തെ ഭരണകൂടം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റായിട്ട് തന്നെ കാണുന്നു. ഇതിനെതിരെയും BJP നിലപാടെടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ നമ്മളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രസാദ് പദ്ധതിയിൽ ഇവിടെ സെക്യൂരിറ്റീസ് ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്.
അദ്ദേഹത്തിന്റെ വലിയ പേര് വലിയ രീതിയിൽ എഴുതി ഗുരുവായൂരപ്പന്റെ ചുമർമതിലില് പതിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഭക്തന്മാരെല്ലാം കാണുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഭഗവാന്റെ ചുമര് പോലും ഉപയോഗപ്പെടുത്തി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഈ സെക്യൂരിറ്റി ക്യാമറയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധവളപത്രം ഇവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ ദേവസ്വം ഇറക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഏത് ക്വാളിറ്റി സാധനങ്ങളാണ്, ക്യാമറകളാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായിട്ട് നമുക്ക് വിവരമുണ്ട്. ഇതെല്ലാം തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, കാരണം പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ സഹായമാണ് ഈ പദ്ധതിയിലേക്ക് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഗുരുവായൂരപ്പന്റെ ചുമർമതിലാണ് ആ ഒരു സെക്യൂരിറ്റി ക്യാമറയുടെ ഉദ്ഘാടനത്തിന്റെ ശിലാഫലകം പതിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്ത് PR വർക്കൊക്കെ ചെയ്ത് ഉദ്ഘാടിച്ച ഒരു സംഗതി ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്.